ഷഹാന മാം, സ്മിത മാം. നമുക്ക് എന്തായാലും ടൈമായി. ഇറ്റ്സ് ഓൾറെഡി 7:04. സോ ഷാൽ വി സ്റ്റാർട്ട്? അപ്പോൾ ഓൾ ദ ബെസ്റ്റ് കേട്ടോ. യെസ് സ്മിത മാം, സ്റ്റാർട്ട് ചെയ്തോളൂ. ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ സ്മിത, ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, ലൈഫ് കോച്ചാണ്, DCRC കൗൺസിലർ കൂടിയാണ്. ഞാൻ എൻ്റെ സ്വദേശം എറണാകുളം പെരുമ്പാവൂരാണ്. കൂടാതെ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിന്റെ 25th ബാച്ചിലെ ഒരു ട്രെയിനിങ് കൂടിയാണ്. വിംബിൾ അക്കാഡമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ട്രെയിനേഴ്സ് ടോക്കിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് പൂർത്തിയാക്കിയ ട്രെയിനർമാർ അവരുടെ അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണ് ട്രെയിനേഴ്സ് ടോക്ക്. ഒരു ട്രെയിനർ ആകണമെന്ന് ആഗ്രഹം കൗൺസിലിംഗ് മേഖലയിലേക്ക് കടന്നു വന്നപ്പോഴാണ് കൂടിയത്. അതിന് മുമ്പേ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ്, അപ്പൊ അതാണ് എന്നെ ഈ ട്രെയിനറിലേക്ക്, ഈ കോഴ്സിലേക്ക് എത്തിച്ചത്. ഈ കോഴ്സ് എന്റെ അവതരണ ശേഷി, ആത്മവിശ്വാസമൊക്കെ വളർത്താനായിട്ട് കുറെ സഹായിച്ചിട്ടുണ്ട്. ഇനിയും മെച്ചപ്പെടാനുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷന്റെ വിഷയം എന്ന് പറയണത് 13 things mentally strong people don't do എന്നതാണ്. മാനസികമായി ശക്തരായ ആളുകൾ ഒഴിവാക്കുന്ന ചില ശീലങ്ങളെയും ആത്മവിശ്വാസത്തോടെയും പ്രതിരോധ ശേഷിയോടെയും എങ്ങനെ ജീവിതത്തെ നേരിടാമെന്നും ഈ സെഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ അവതാരക മിസ് ഷഹാന കരീം മാം ആണ്. അവരൊരു RBT സർട്ടിഫൈഡ് ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആണ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും കൂടിയാണ്. മാമിന്റെ അറിവും അനുഭവങ്ങളും ഇന്നത്തെ സെഷനെ കൂടുതൽ സമ്പന്നമാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഷഹാന മാഡത്തിനും ഈ സെഷനിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. പിന്നെ കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല. ഇന്നത്തെ സെഷൻ നയിക്കുന്നതിനായിട്ട് മിസ് ഷഹാന കരീം മാമിനെ സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു എവരിവൺ. ഓവർ ടു യു മാം. താങ്ക് യു. ഗുഡ് ഈവനിങ് എവരിവൺ. താങ്ക് യു സോ മച്ച് സ്മിത മാം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 13 things mentally strong people don't do by എമി മോറിൻ എന്ന് പറയുന്ന ഒരാളുടെ എമി മോറിന്റെ ഈ ബുക്കിനെ ആസ്പദമാക്കിയാണ്. അപ്പം ഞാൻ ആദ്യം ചോദിക്കട്ടെ, എന്താണ് മെന്റലി സ്ട്രോങ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? മെന്റലി സ്ട്രോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ്, എന്ത് സംഭവിച്ചാലും കുലുങ്ങാത്ത ഒരാളാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളെന്ന്? ആർക്കെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാം, ആൻസർ ചെയ്യാം. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പതറിപ്പോയാലും അത് റീഗെയിൻ ചെയ്ത് വീണ്ടും ട്രാക്കിലേക്ക് വരാൻ സാധിക്കുന്ന ഒരാളെയാണ് നമ്മൾ മെന്റലി സ്ട്രോങ് എന്ന് വിളിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് കുലുങ്ങിയാലും വീണ്ടും സ്റ്റേൺ ആയിട്ട് ആ സിറ്റുവേഷനിലെ പിടിച്ചു നിൽക്കുക, അതിൽ നിന്ന് റിക്കവർ ആവുക, അങ്ങനെയുള്ളതാണ് മെന്റലി സ്ട്രോങ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഫിസിക്കലി സ്ട്രോങ്, മെന്റലി സ്ട്രോങ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഫിസിക്കലിനേക്കാൾ എനിക്ക് കൂടുതൽ തോന്നിക്കുന്നത് മെന്റലി സ്ട്രോങ് ആവാന്നുള്ളത്. മെന്റലി സ്ട്രോങ് അല്ലാത്ത ആളുകളാണ് ഈ ആത്മഹത്യ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു സംഭവമാണെന്നും അതിൽ എന്ത് വന്നു കഴിഞ്ഞാലും നേരിടാനുള്ള ഒരു കരുത്ത് നമുക്ക് ഉണ്ടാവണം. ഇതാണ് മെന്റലി സ്ട്രോങ് പീപ്പിൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു സ്ലൈഡ് ഷെയർ ചെയ്യാം. സ്റ്റാർട്ട് ഷെയർ.
കാണാവോ? യെസ് ഷഹാന മാം. കാണാവോ? ഓക്കെ. ഓക്കെ. അപ്പൊ എന്താണ് മാനസിക കരുത്ത്? വികാരങ്ങളെയും ചിന്തകളെയും ശരിയായ രീതിയിൽ നിയന്ത്രിക്കാനുള്ള വ്യക്തിഗത ശേഷി. ശാരീരിക കരുത്ത് പോലെ തന്നെ പരിശീലനത്തിലൂടെയും മോശം ശീലങ്ങൾ മാറ്റിയെടുക്കുന്നതിലൂടെയും നമുക്ക് മനസ്സിന്റെ കരുത്തിൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിനുള്ള 13 കാര്യങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഇതും പ്രാക്ടീസ് ഇല്ലാതെ നമുക്കൊരിക്കലും ഈ മെന്റലി ഷഹാനജി സ്ട്രോങ്. ഷഹാനജി ആ യെസ്, ഫുൾ സ്ക്രീനിൽ വരുന്നില്ല, വായിക്കാൻ വലിയ പ്രയാസമാണ്. അത് അത് ഈ- ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ഇതാകുന്നില്ല. നിങ്ങളുടെ ദി വേ യു ആർ ഷോയിങ് ഇസ് നോട്ട് റൈറ്റ്. അതെ, ഓരോ സ്ലൈഡ് ആയിട്ട് കാണിച്ചു വരണം. ഫുള്ളായിട്ട് വരുന്നില്ല. അതെങ്ങനെയാ? അതെങ്ങനെയാ കാണിക്കാന്ന് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങളിപ്പോൾ അത് മാഗ്നിഫൈ ചെയ്ത് കാണിക്കുമ്പോൾ അത് ശരിയാകുന്നില്ല. മാഗ്നിഫൈ ചെയ്തല്ല, ഓരോന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ സ്ലൈഡായിട്ട് കാണിച്ച് പോകുമ്പോൾ ഇതായിട്ട് വരും. ഇതിപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് നോട്ട് ദി വേ. അതാർക്കെങ്കിലും അറിയോ അങ്ങനെ അത് ചെയ്യാന്ന്? എനിക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലല്ലോ. അർച്ചന മാം, can you please help me how to do that? അത് യൂഷ്വലി സ്ക്രോൾ ചെയ്യാതെ തന്നെ നമ്മൾ സ്ലൈഡ്സ്, ഒറ്റ സ്ലൈഡ്സ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ തന്നെ അത് വരും. കാരണം എനിക്ക് തോന്നുന്നു ഇത് പ്രിപ്പയർ ചെയ്ത സ്ലൈഡ്സ് ആയിട്ട് തന്നെയാണല്ലോ കാണുന്നത്. 17 സ്ലൈഡ്സ് ആയിട്ട് തന്നെയാണ് അതില് ഇത് മുകളിൽ സൂം കാണിക്കുന്നത്. ചെയ്യുമ്പോഴും കാണുന്നില്ലേ? അല്ല, സൂം ചെയ്യുമ്പോൾ കാണുന്നുണ്ട്, അങ്ങനെയല്ല. സിംഗിൾ സ്ലൈഡ്സ് ആയിട്ട് മൂവ് ചെയ്യുന്ന പാറ്റേണിലല്ല അത് ഓപ്പൺ ആയിട്ടുള്ളത്. ഓക്കെ, എനിക്കറിയില്ല കേട്ടോ അതെന്താ സംഭവം. എനിവേ, അപ്പൊ ഇതാണ് 13 തിങ്സ് മെന്റലി സ്ട്രോങ് പീപ്പിൾ ഡോണ്ട് ഡു. അപ്പൊ ഇതില് വികാരങ്ങളെയും ചിന്തകളെയും നമുക്ക് എപ്പോഴും പരിശീലനത്തിലൂടെ, നമ്മൾ എപ്പോഴും ജിമ്മിൽ പോകുന്നത് നമ്മൾ ഫിസിക്കലി സ്ട്രോങ് ആവാനാണ്, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതും ഹെൽത്തി ഡയറ്റ് എടുക്കുന്നതും ഒക്കെ നമ്മൾ ഫിസിക്കലി സ്ട്രോങ് ആവാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ അത് നമ്മൾ എപ്പോഴും ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ നമുക്കത് ആ ഒരു ഫിസിക്കലി സ്ട്രെങ്ത് എന്ന ആ ഒരു രീതിയിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഈ മെന്റലി സ്ട്രോങ് ആവാൻ വേണ്ടി നമ്മൾ ഈ ജേർണലിങ്ങും അഫർമേഷൻസും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്ത് നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ചും കൂടുതൽ വായിച്ചും അറിഞ്ഞും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു മെന്റലി സ്ട്രോങ് എന്ന രീതിയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് അത് എങ്ങനെ പ്രതികരിക്കണമെന്നും, ഇപ്പൊ നമ്മൾ തന്നെ ഈ ഒരു കുറെ റീൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേനും തല്ലിവിടാനൊക്കെ പോയിട്ട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് എത്തിച്ചേരാണ്. അത് മറ്റുള്ളവർക്ക് നമ്മളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കൺട്രോൾ അവർക്ക് കൊടുക്കണം. അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേനും അത് നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കുന്നത് കൊണ്ടാണ്. സന്ദർഭവും സമയവും ഒക്കെ അനുസരിച്ച് പ്രതികരിക്കാനുള്ള ഒരു മാനസിക കരുത്തിനെയാണ് നമ്മൾ മെന്റൽ ഹെൽത്ത്, സ്ട്രോങ് മെന്റൽ ഹെൽത്ത് എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിലെ ഫസ്റ്റത്തെ പോയിന്റ് ആണ് സ്വയം സഹതാപം ഒഴിവാക്കുക. അതായത് നമ്മൾ എപ്പോഴും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ള ആ ഒരു സഹതാപം നമ്മൾ എപ്പോഴും ഒഴിവാക്കണം. നമ്മൾ കൂടുതൽ സമയവും എല്ലാ കാര്യങ്ങളിലും, എന്ത് ലൈഫിൽ സംഭവിച്ചാലും അതിന്റെ പോസിറ്റീവ് വശം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. സ്വയം സഹതാപം. വിപരീത സാഹചര്യങ്ങൾ നേരിടുമ്പോൾ സ്വയം ഇരയായി കാണാതിരിക്കുക. എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ഓർത്ത് വിലയേറിയ സമയം കളയരുത്. അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കണം. അപ്പോൾ ഒരു ലൈഫിലൊരു ഇൻസിഡന്റ് സംഭവിച്ചാൽ
നമ്മൾ എന്താ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പകരം ഇങ്ങനത്തെ ഒരു പ്രശ്നത്തെ ഞാൻ എങ്ങനെ എഫക്റ്റീവായി നേരിടാം എന്ന് ഉള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയും നമ്മൾ ആ ഒരു അല്ലാതെ അതിനെ എല്ലാ കാര്യത്തിലും നെഗറ്റീവ് ചിന്തിച്ചിട്ട് നമ്മൾ ആ സമയം വേസ്റ്റ് ആക്കാതെ ഇരിക്കുക. അതിനു പകരം നമ്മൾ ചെയ്യേണ്ടതാണ് നന്ദി ശീലമാക്കുക എന്നുള്ളത്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നന്ദി ശീലമാക്കുക. പരാതിപ്പെടുന്നതിന് പകരം ജീവിതത്തിൽ നിങ്ങളുടെ പക്കലുള്ള നന്മകളെ കുറിച്ച് ഓർക്കുകയും അതിന് മനഃപൂർവ്വം നന്ദിയുള്ളവരായിരിക്കാൻ ശീലിക്കുകയും ചെയ്യുക. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എപ്പോഴും അതിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം നമ്മുടെ മക്കൾക്കാണെങ്കിലും അല്ലെങ്കിൽ അവർ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും, അവർ ഈ ഒരു ലൈഫിൽ ഹാപ്പി അല്ലാതെ ഇരിക്കും. അപ്പം എപ്പോഴും ഒരു ചെറിയ ജസ്റ്റ് ഫോർ ആ ഒരു ദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് സംഭവിച്ച ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഒരിക്കലും പരാതിപ്പെടില്ല. അപ്പൊ ഈ ഒരു ബുക്കിൽ ഒരുപാട് കഥകളിലൂടെയാണ് ഈ ഒരു വ്യക്തി കഥ എഴുതുന്നത്. അതായത് ലൈഫിൽ ആക്സിഡന്റ് സംഭവിച്ചപ്പം ഒരു വണ്ടി ഇടിക്കുമ്പോൾ രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലാതെ ആ വണ്ടി ഇടിച്ചു, പ്രശ്നമില്ലാതെ ഇരുന്നു. അപ്പം ഒരാള് പ്രതികരിക്കുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ, ഓയ് എന്തോ ഒരു കഷ്ടമാണ്, എപ്പോ ഒരു കാര്യത്തിന് പോകുമ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയും. മറ്റൊരാളാണെങ്കിൽ ഇത്രയും വലിയൊരു ആക്സിഡന്റിൽ നിന്ന് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ എന്നുള്ള ചിന്തയിലൂടെയാവും മറ്റൊരാൾ ഇറങ്ങിയത്. അപ്പോൾ ഒരേ സംഭവം രണ്ട് രീതിയിൽ എടുക്കുന്നതാണ്, രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും അന്നത്തെ ആ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് സ്വയം സഹതാപം ഒഴിവാക്കുക എന്ന് പറയുന്നത്. നമ്മുടെ സമയം എപ്പോഴും ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള സംഭവമാണ്. അപ്പൊ അതിനകത്ത് എന്ത് സംഭവിച്ചാലും ഞാൻ അതിനെ നേരിടുമെന്നോടുകൂടി നമ്മൾ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതിന് വേണ്ടത് ഒരു വലിയ ടിപ്പാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. എല്ലാ ദിവസവും ഒരു 3 കാര്യങ്ങളെങ്കിലും എഴുതിയാൽ മതി. ഇപ്പൊ നമ്മളെപ്പോഴും ആ ഒരു കംപ്ലൈന്റ് മനോഭാവം ഒഴിവാകും. അറ്റ്ലീസ്റ്റ് ഇന്ന് ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നുണ്ട്, ഇന്ന് രാവിലെ ഇന്ന് ഞാൻ അലൈവ് ആണെന്നുള്ള ആ ഒരു രീതിയിലെങ്കിലും നമുക്ക് അന്നത്തെ ദിവസത്തെ മനോഹരമാക്കി കൊണ്ടുവരാൻ സാധിക്കും. രണ്ടാമതാണ് അധികാരം വിട്ടുകൊടുക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ ലൈഫിലേക്ക് ഉള്ള ഒരു പവർ കൊടുക്കരുത്. അതായത് അവർക്ക് അവരെന്ത് തന്നെ പറഞ്ഞാലും നമുക്ക് അതിലൊരു നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ തന്നെ വിലയിരുത്തുക. അല്ലാതെ ഒരുപാട് ആളുകൾ, ലോകത്ത് ഇത്രയധികം ജനങ്ങളുണ്ട്, പലർക്കും പല രീതിയിൽ നമ്മളോട് പെരുമാറും. അപ്പം അത് എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മളേതാണ്. ഒരാള് ഇങ്ങനെ ചീത്ത പറയുമ്പോഴത്തേനും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചില ആളുകൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന ആൾക്കാരുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള റിമോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരെ വിമർശനങ്ങളോ മോശം പെരുമാറ്റങ്ങളോ നിങ്ങളുടെ മാനസിക സമാധാനവും സന്തോഷവും കെടുത്താൻ അനുവദിക്കാതിരിക്കുക. ചില ആളുകളുണ്ട് ഇങ്ങനെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ ഇങ്ങനെ ടെൻഷൻ ആക്കിപ്പിക്കും. അല്ലെങ്കിൽ ഇതിനകത്തൊരു കഥ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഒരു ഒരു അമ്മായിമ്മ മരുമകൾ തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പൊ ഈ അമ്മായിമ്മ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ പെണ്ണിനത് ഭയങ്കരമായിട്ട് ആദ്യം കുറെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കും. പിന്നെ ഒരു ദിവസം അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പൊ വലിയൊരു ഇഷ്യൂ ആയി മാറണം. അപ്പൊ അത് മറ്റുള്ളവർക്ക് നമ്മൾ നമ്മുടെ വികാരങ്ങളെ കണ്ടപ്പം അത് തുടക്കത്തിൽ തന്നെ നമ്മൾ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും അങ്ങനെ ഇതിനായിട്ട് നിൽക്കില്ല. അപ്പൊ ഇതിനകത്ത് അവർ സോൾവ് ചെയ്യണത് ഒരു കൗൺസിലറിനെ കണ്ട് അവർ വ്യക്തമായി 3 പേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ വ്യക്തിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആദ്യം അവരൊന്നും മനസ്സിലാക്കില്ല. പിന്നെ ഇവിടെ താമസിക്കണമെങ്കിൽ ഇങ്ങനെ രീതിയിൽ പെരുമാറണം എന്നൊക്കെയുള്ള രീതിയിൽ അവർ വ്യക്തമായതിനു ശേഷം ആ വീട്ടില് പ്രശ്നങ്ങൾ കുറവായിരുന്നു. അപ്പം അതാണ് മറ്റുള്ളവർക്ക് നമ്മൾ അധികാരം വിട്ടുകൊടുക്കുക. നമ്മളെപ്പോഴും ആ ഒരു ബൗണ്ടറി, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ ഒരു ബൗണ്ടറി നമ്മൾ വെക്കുക. എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ ആ ഒരു ഇതാക്കരുത്. മറ്റുള്ളവർക്ക് നമ്മൾ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചാലും ദേഷ്യം പിടിക്കാത്ത രീതിയിൽ അതില്ലെങ്കിൽ അവിടെ നിന്ന് മാറുക, അല്ലെങ്കിൽ ഡീപ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും ഡിസ്ട്രാക്ട്
ആ ഒരു അത്തരം സാഹചര്യത്തിൽ നിന്ന് ഡിസ്ട്രാക്ട്, പാട്ട് കേൾക്കുക, സിനിമ ആണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ ഒരു ഫീലിങ്സിനെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യണം. നമ്മൾ റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാം, നമ്മുടെ ആ ഒരു ദിവസം അത് പ്രശ്നമായി മാറും, അല്ലെങ്കിൽ വലിയ ഇഷ്യൂ ആയി മാറും. തുടക്കത്തിൽ തന്നെ ഒരു ബൗണ്ടറി, ഒരു ലൈൻ നമ്മൾ സെറ്റ് ചെയ്യണത് നല്ലതാണ്. വികാരങ്ങളുടെ കൺട്രോൾ. നിങ്ങളുടെ വികാരങ്ങളെയും ജീവിത ലക്ഷ്യങ്ങളെയും നിയന്ത്രിക്കാനുള്ള പൂർണ്ണ അധികാരം എപ്പോഴും സ്വന്തം കൈകളിൽ തന്നെ സൂക്ഷിക്കുക. അത് നമ്മളെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വലിയ വിഷയമായി മാറും. ഇപ്പം ഒരുപാട് ഈ മറ്റ് പ്രലോഭനങ്ങളും അതൊക്കെ ഇതിൽ പെടും. കാരണം മറ്റുള്ളവർ, നമ്മളിപ്പോ ഒരു വിവാഹിതനായ ഒരു മനുഷ്യനാണെങ്കിൽ മറ്റു സ്ത്രീകളുടെ പ്രലോഭനത്തിൽ ഇതാവേണ്ട കാര്യമില്ല. അതായത് അയാളുടെ ഇമോഷൻസിനെ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്നൊക്കെ മാറാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് ആണ് മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുക. ഇത് they don't shy away from changes. അവർക്ക് മാറ്റങ്ങൾ വരുമ്പോൾ അവരെപ്പോഴും അതിനെ സ്വീകരിക്കും. മാറ്റങ്ങളെ ഉൾക്കൊള്ളുക. കംഫർട്ട് സോൺ വെടിഞ്ഞ് ജീവിതത്തിലെ പുതിയ മാറ്റങ്ങളെ ധൈര്യപൂർവ്വം നേരിടുക. അതായത് എപ്പോഴും ലൈഫിൽ ചേഞ്ചസ് വരുമ്പോൾ അതിനെ നമ്മൾ നേരിടണം. വളർച്ചയ്ക്കുള്ള വഴി. ഓരോ പ്രതിസന്ധിയും മാറ്റവും നിങ്ങളുടെ ഉള്ളിലെ ശേഷിയെ വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ്. മാറ്റമില്ലായ്മ തളർച്ചയാണ്. ഭയം കാരണം പഴയ രീതികളിൽ തന്നെ ജീവിക്കുന്നത് മുന്നേറ്റത്തെ തടയും. അപ്പം നമ്മളെപ്പോഴും ആ ഒരു കംഫർട്ട് സോൺ കഴിഞ്ഞ് നമുക്ക് കേപ്പബിൾ ആയ, നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് ഇമ്പ്രൂവ്മെന്റ്, നമ്മുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്താനുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ ധൈര്യപൂർവ്വം ചേഞ്ചസിനെ സ്വീകരിക്കുക. അല്ലെങ്കിൽ ആ ഒരു പഴയ ആ ഒരു കമ്പനി തന്നെ 45 വർഷം പണിയെടുക്കേണ്ടിയിട്ട് വരും. നമുക്ക് ഉയരാനുള്ള ചാൻസ് വരുമ്പം നമ്മളത് സ്വീകരിച്ച് നമ്മൾ മാറ്റങ്ങളെ നമ്മൾ സ്വീകരിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഇപ്പൊ ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ അത് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ജോബ് കുറച്ച് അകലെയാണെങ്കിലും ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഓരോ മാറ്റമില്ല, ഞാൻ ഇങ്ങനെ തന്നെ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വളർച്ച സംഭവിക്കില്ല. അപ്പൊ മാറ്റങ്ങളെ ഉൾക്കൊള്ളുക. കംഫർട്ട് സോൺ വെടിഞ്ഞിട്ട് ജീവിതത്തിലെ പുതിയ മാറ്റങ്ങളെ നമ്മൾ ധൈര്യപൂർവ്വം നേരിടണം. നമ്പർ 4 ആണ് they don't focus on the things they can't control. നിയന്ത്രണാതീതമായ കാര്യങ്ങൾ വിടുക. അതായത് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ടൈം കളയാതിരിക്കുക. അതായത് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത ട്രാഫിക് ബ്ലോക്ക്, കാലാവസ്ഥ, മറ്റുള്ളവരുടെ പ്രതികരണം എന്നിവ, മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ എന്നിവ നമ്മളുടെ കൺട്രോളിൽ ഇല്ലാതല്ല. അതിന് നമ്മൾ സമയം പാഴാക്കരുത്. അതായത് ഈ ലോകത്തുള്ള എല്ലാവരെയും നമുക്ക് ഇഷ്ടമുള്ള പോലെ രീതിയിലാക്കാനായിട്ടൊന്നും പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ ലൈഫാണ്. അപ്പം അവരുടെ പ്രതികരണങ്ങളും അവരുടെ കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിനെ ബാധിക്കരുത്. പിന്നെ ട്രാഫിക് ബ്ലോക്ക്, കാലാവസ്ഥ, ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനെ പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുത്തിട്ട് ഇതാക്കണം. നിയന്ത്രിക്കാൻ സാധിക്കുന്നത് എന്താണ്? നമ്മളുടെ വാക്കുകൾ, ചിന്തകൾ, പ്രവർത്തികൾ എന്നിവ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിജയ സാധ്യത വർദ്ധിപ്പിക്കുക. നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവർത്തികളുമാണ്. അപ്പം അതിനെ അത് പ്രാക്ടീസിലൂടെ തന്നെ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ആ ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ വാക്കിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ആ ഒരു സമയത്ത് അത് പ്രാക്ടീസിലൂടെ തന്നെ പറ്റുള്ളൂ. നമുക്ക് എപ്പോഴും ഇങ്ങനെ ആ ഒരു ഇതായിട്ടിരിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ അത് എല്ലാം പ്രാക്ടീസ് ചെയ്യണം. ആ ഡീപ് ബ്രീതിങ്ങും അത്തരം കാര്യങ്ങളിൽ അവിടെ നിന്ന് മാറാനും ഒക്കെ. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് പേഴ്സണലി ഈ സൈക്കോളജി ഫീൽഡിലേക്ക് വന്നതോടുകൂടി എൻ്റെ ദേഷ്യം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കിപ്പോൾ ജനറേഷനായിട്ട് ഇപ്പം എല്ലാവരും ദേഷ്യം പ്രകടിപ്പിച്ച് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ആ ഒരു നോർമൽ ഹ്യൂമൻ ബീൻ എന്തായാലും ദേഷ്യം വരുന്ന സമയമായാൽ ദേഷ്യം വരും. എപ്പോഴും ദേഷ്യം പിടിച്ചിരിക്കുന്ന ആൾക്കാരല്ല. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളും നമ്മള് പ്രവർത്തികളും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്.
അതിനെ ചിന്തകളെയും നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ CBT ടെക്നിക്സ് ഒക്കെ. മറ്റേത് എനിക്ക് ഒരാള് മെസ്സേജ് അയച്ച് റിപ്ലൈ വന്നില്ലെങ്കിലൊക്കെ ഞാൻ അപ്പം നെഗറ്റീവാണ് ചിന്തിക്കുക. ഞാൻ വിചാരിക്കും എന്തോ പ്രശ്നം ഉണ്ടായില്ലേ, അയാൾക്ക് എന്നോട് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും. ഇപ്പൊ ആ ഒരു രീതിയില്ല. എന്തെങ്കിലും തിരക്കിൽ പെട്ടൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് മാറാനായിട്ട് ഈ ഒരു വായനയും പിന്നെ അഫർമേഷൻസും മെഡിറ്റേഷനും ഒക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കും, ഇത് പഠിച്ചത് ജോലിപരമല്ലെങ്കിലും ലൈഫിൽ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. 5ാമത്തെ പോയിന്റ് ആണ്, ദേ ഡോണ്ട് വറി അബൌട്ട് പ്ലീസിങ് എവ്രി വൺ. എല്ലാവരും തൃപ്തിപ്പെടുത്തേണ്ടതില്ല. പീപ്പിൾ പ്ലീസിങ് നിർത്തുക. അതായത് നമ്മൾ എപ്പോഴും ആ ഒരു നോ പറയാനുള്ള ആ ഒരു മെന്റാലിറ്റി നമുക്ക് കുറവാണ്. എല്ലാവരെയും ഒരേ സമയം സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഊർജവും തനിമയും ഇല്ലാതാക്കുകയും എന്ന് തിരിച്ചറിയുക. അപ്പം ഇത് മെയിൻലി ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യ ആവാൻ അങ്ങോട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ ഇത് ഏറ്റവും നല്ല മരുമകളാവാനൊക്കെ ശ്രമിച്ചിട്ട് അവസാനം ഇതൊന്നും ആവാൻ ആ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും അവിടുന്ന് കിട്ടണില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഇവരാണ്ട് പൊട്ടിത്തെറിക്കും. അപ്പൊ ആ ഒരു പീപ്പിൾ പ്ലീസിങ്ങിന്റെ പരിപാടി നിർത്തുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തണം എന്ന് കരുതിയിട്ട് എല്ലാവരോടും ദേഷ്യത്തിൽ നിൽക്കാനും ആരെയും ഹെൽപ്പ് ചെയ്യാതിരിക്കാനും അല്ല. നമ്മള് എന്ത് ചെയ്യണമെങ്കിലും അത് സന്തോഷത്തോടു കൂടി ചെയ്യാൻ, നമുക്കും മറ്റുള്ളവർക്കും സന്തോഷത്തോടു കൂടി. നമ്മൾ ടയർഡായിട്ട് ഉള്ള സമയത്ത് ഞാൻ ടയർഡാണ്, എനിക്ക് വയ്യ, എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ള ആ ഒരു മനസ്സ് നമുക്ക് വേണം. നമ്മൾ അത്രയും ഇതായിട്ട് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ നമുക്ക് ആ ഒരു എന്തെങ്കിലും ഒരു ചെറുത് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിൽ തകർന്നു പോവുകയാണ്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി പറയാനും ഒക്കെ ഉള്ള ഒരു ഇത് വേണം നമുക്ക്. നമ്മളെപ്പോഴും എല്ലാവരെയും, ഈ ലോകത്തുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് സന്തോഷത്തോടുകൂടി. എനിക്കിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്കും ഉണ്ടാക്കുന്നു, അതിൻ്റെ കൂടെ മറ്റുള്ളവർക്കും ഉണ്ടാക്കുന്നു, ആ ഒരു രീതിയിൽ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു വിഷമം വരില്ല. ഇത് നമുക്ക് നമ്മളൊരു കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും വരികയാണ്. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് നല്ല രീതിയിലായിട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഒട്ടും വയ്യാത്തൊരു അവസ്ഥയിലാണെങ്കിൽ പോലും അങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊന്നും പറയണ്ട. ഒരു നോ പറയാനുള്ള ആ ഒരു സമയം ഉണ്ടാവുമ്പോൾ നമ്മൾ നോ പറയണം. മാന്യമായി നോ പറയുക. മറ്റുള്ളവരോട് ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് നോ പറയാൻ പഠിക്കുക. ചിലരുണ്ട് പൈസ ഇല്ലെങ്കിലും കടം മേടിച്ചിട്ട് പൈസ കടം കൊടുക്കുന്ന ആൾക്കാര്. നോ പറയാനുള്ള ബുദ്ധിമുട്ടാണ്, ഇല്ലെങ്കിൽ ഇല്ല എന്നാണ്ട് പറയാനുള്ള ആ ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മൾ തന്നെയാണ് പെടുക. നമ്മൾ ആദ്യം നമ്മളെ പ്രൊട്ടക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഹാപ്പി ആയാൽ നമുക്ക് മറ്റു ചുറ്റുള്ളവരെ ഹാപ്പി ആക്കാനായിട്ട് സാധിക്കും. നമ്മൾ സ്ട്രെസ്ഡ് ആയാൽ മറ്റുള്ളവർക്കും ആ ഒരു സ്ട്രെസ്, ആ ഒരു എനർജി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആൻഡ് ഇതായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ഓക്കെ, 6ാമത്തെ പോയിന്റ് ആണ്, ദേ ഡോണ്ട് ഫിയർ ടേക്കിംഗ് കാൽക്കുലേറ്റഡ് റിസ്ക്സ്. ബോധപൂർവം റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാല് കണക്ക് കൂട്ടിയുള്ള റിസ്ക്. ഒരു വലിയ തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായി അതിന്റെ ഗുണദോഷങ്ങൾ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യുക. അതായത് നമ്മൾ റിസ്ക് എടുക്കാൻ, ഇനിയിപ്പം കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതെന്ന് വെച്ചിട്ട് നമ്മൾ നല്ലൊരു ജോലി വീടിന്റെ അല്ലെങ്കിൽ അടുത്തായിട്ട് അത്യാവശ്യ ശമ്പളത്തിൽ വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്ന ഒരു ജോലി കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാന്നിട്ട് ഇവിടുന്ന് ഭയങ്കര ദൂരത്ത് പോയി കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. കണക്ക് കൂട്ടിയിട്ടുള്ളൊരു റിസ്ക് ആണ് നമ്മൾ എടുക്കേണ്ടത്. നമുക്ക് ഈ ഒരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് പോകാൻ, അങ്ങോട്ട് പോയത് കൊണ്ടോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത്രയും കഷ്ടപ്പെട്ട് ഒരു വർഷമെങ്കിലും വർക്ക് ചെയ്താൽ എൻ്റെ ലെവല് അത്രയും ഹൈയിലേക്ക് മാറും എന്നൊക്കെയുള്ള അത്രയും കണക്ക് കൂട്ടിയിട്ട് മാത്രമേ നമ്മൾ റിസ്ക് എടുക്കാനായിട്ട് ശ്രമിക്കാൻ പാടുള്ളൂ. ഒരു വലിയ തീരുമാനം എടുക്കുന്നതിന് മുന്നേ അതിന്റെ ഗുണദോഷങ്ങൾ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും പെടും. ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ നല്ല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ
റിസ്ക് എടുക്കാൻ പാടുള്ളൂ. അന്ധമായ ഭയം ഒഴിവാക്കുക. മുൻകരുതലുകളോ പ്ലാനിങ്ങളോ ഇല്ലാതെ വെറുതെ ചാടി വീഴാതെ അറിവോടെയുള്ള തീരുമാനത്തിലൂടെ മാത്രം റിസ്ക് എടുക്കുക. അതിപ്പോ നമ്മൾ യാത്രയുടെ കാര്യത്തിലായാലും, അപ്പൊ ഈ ഒരു ഇപ്പൊ ഒരു സോളോ ട്രിപ്പ് അങ്ങനെയൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അവിടുത്തെ പോലീസ് സ്റ്റേഷന്, അവിടുത്തെ റെയിൽവേ സ്റ്റേഷന് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം യാത്ര പോകാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപകടങ്ങളിൽ ചെന്ന് പെടാനായിട്ട് സാധ്യതയാണ്. അപ്പം മുൻകരുതലുകളും പ്ലാനിങ്ങുകളും ഒന്നും ഇല്ലാതെ വെറുതെ ചാടി വീഴാതിരിക്കുക. ഒരു മോട്ടിവേഷൻ കിട്ടുമ്പോൾ ചാടി കയറി പോവാതെ അതിന്റെ കറക്റ്റ് വ്യക്തമായ പ്ലാനിങ്ങും, എവിടെയാണ് താമസിക്കുന്നത്, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ തീരുമാനങ്ങളിലൂടെ മാത്രം നമ്മൾ റിസ്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 7th പോയിന്റ് ആണ്, they don't dwell in the past. ഭൂതകാലത്തിൽ തളച്ചിരിക്കരുത്. അതായത് പാസ്റ്റിൽ അത് ഒരുപാട് ആളുകൾ സ്റ്റക്കായിട്ടില്ല. അപ്പൊ എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരാളുണ്ട്. അവര് ചെറുപ്പത്തിൽ ഡിവോഴ്സ്ഡ് ആണ്. അപ്പൊ ഈ ഒരു കാര്യം ഇപ്പൊ മക്കളൊക്കെ വലുതായി നല്ല രീതിയിൽ സെറ്റിൽഡ് ആയി. പക്ഷെ ഈ ഒരു കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ നിന്നും ഉപരി ഔട്ടായിട്ടില്ല. എപ്പോഴും എന്നാലും എന്നെ ഇങ്ങനെ വിട്ടിട്ട് പോയില്ലേ, എന്റെ മക്കൾ ഇങ്ങനെ, അത് അവിടുന്ന് ഔട്ടായിട്ടില്ല. ഇത്ര വർഷമായിട്ട് ബ്രെയിൻ അങ്ങനെ വയേർഡായി അതന്നെ ചിന്തിച്ചിട്ട് ഈ ആള് പിന്നെ ലൈഫിൽ ഹാപ്പിനെസ് എന്താന്ന് അനുഭവിച്ചിട്ടില്ല. ആക്ച്വലി ഇന്നും അവരോട് ചോദിച്ചാൽ അവർ ആ ഒരു വിഷമം പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവർക്ക് അങ്ങനെ സംഭവിച്ചു, ഓക്കെ, ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ എങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്താം? മക്കളെ വളർത്തി, പക്ഷെ ഇതൊന്നും ഹാപ്പിയോടുകൂടി വളർത്തിയല്ല. എങ്ങനെ വേറെ ഒരു രീതിയിലും ആ വ്യക്തി ഹാപ്പിനെസ് കണ്ടെത്തിയിട്ടില്ല. ലൈഫ് മൊത്തം ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് ഒരു ചിരിച്ചിട്ട് പിന്നെ ഈ ആളെ കണ്ടിട്ടില്ല. അതിന് മുന്നത്തെ ആളും ഈ ഡിവോഴ്സിന് ശേഷം ഈ വ്യക്തി മൊത്തം ഡൗൺ ആണ്. അത് എത്ര വർഷം ഡൗൺ ആവും? 40-45 വർഷം ഡൗൺ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിന് കൊടുത്ത ഒരു റിമോട്ടല്ലേ അത്. അയാളുടെ ഒരു പ്രവൃത്തി കാരണം ഈ ലൈഫ് തകർക്കാന് എന്താ അധികാരം? ഈ എന്റെ ലൈഫ് തകരണോ തകരണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. മറ്റുള്ളവരുടെ പ്രവർത്തികൾ എന്റെ ലൈഫിനെ എന്തിനാ തകർക്കാനായിട്ട് ഞാൻ കൊടുക്കേണ്ട ആവശ്യം? എനിക്കൊരു ലൈഫ് ഉള്ളൂ. ആ ഒരു ലൈഫിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാന് എനിക്കാണ് സാധിക്കേണ്ടത്. അത്തരം സിറ്റുവേഷനിലൊക്കെ പെട്ടെന്ന് തന്നെ ചാടി എണീക്കാനൊന്നും പറ്റില്ല. 1-2 വർഷമൊക്കെ കഴിഞ്ഞാല് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ട് ഹാപ്പിനെസ് നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്കേ പറ്റുള്ളൂ. ആരും വന്നിട്ട് നമുക്ക് കുറച്ച് ഹാപ്പിനെസ് ഒന്നും തരില്ല. അപ്പം അതാണ്. അപ്പം ഭൂതകാലത്തിൽ നമ്മൾ പാസ്റ്റിൽ അങ്ങോട്ട് സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ലൈഫ് മൊത്തം ഇങ്ങനെ ആലോചിച്ച് തീർക്കണം. പിന്നെ ഹാപ്പിനെസ് ഇല്ലാതെ ജീവിച്ച് ഇത് ഇല്ലെങ്കിൽ പിന്നെ ശരീരത്തിന് കേടായി, മനസ്സിന് കേടായ പിന്നെ ശരീരത്തിന് ഓട്ടോമാറ്റിക്കലി കേടായി. പിന്നെ നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് അസുഖവും കാര്യങ്ങളുമായിട്ട് അങ്ങ് നീങ്ങിപ്പോകും. ഭൂതകാലത്തെ തിരുത്താനാകില്ല. കഴിഞ്ഞുപോയ തെറ്റുകളെ കുറിച്ചും പരാജയങ്ങളെയും കുറിച്ചും ഓർത്ത് നിരന്തരം ദുഃഖിക്കാതിരിക്കുക. ഇന്നിൽ ജീവിക്കുക. വർത്തമാന നിമിഷത്തിൽ ശ്രദ്ധയൂന്നുക. നിങ്ങളുടെ ഇനിയുള്ള മികച്ച തീരുമാനങ്ങളാണ് നാളെയെ നിശ്ചയിക്കുന്നത്. അപ്പൊ അത് എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണെന്ന് പറയുന്നു. അതായത് എന്റെ ഫ്യൂച്ചർ ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ എന്റെ തീരുമാനങ്ങളാണ്. ഞാൻ ഇന്നെടുക്കുന്ന ഡിസിഷനാണ് എന്റെ നാളെ. ആക്ച്വലി നാളെ എന്ന് പറയുന്നത് ആക്ച്വലി ഇന്നത്തെ എന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇന്ന് ഞാൻ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കണം നാളെ. പാഠങ്ങൾ മാത്രം ഉൾക്കൊള്ളുക. പഴയ കാര്യങ്ങൾ പരാജയങ്ങളുടെ തടവറയാക്കാതെ നല്ലൊരു വഴികാട്ടിയായി. അതായത് അതൊരു പാഠമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം. എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതിൽ നിന്ന് ഞാൻ മുന്നോട്ട് എങ്ങനെ കരകയറണം, നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അവിടുന്ന് മുന്നോട്ട് ജീവിക്കാനായിട്ട്. അല്ലാതെ വീണ്ടും വിശ്വസിച്ച് വീണ്ടും വീണ്ടും കഷ്ടത്തിലേക്ക് പോകരുത്. എന്ത് ലൈഫിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ട് പിന്നെ നമ്മൾ അവിടെ ഒരു വരക്കണം. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടതിന് ശേഷം ലൈഫിനെ മുന്നോട്ടേക്ക് നയിക്കണം. അല്ലാതെ പാസ്റ്റിനെ നമുക്ക് ഒരിക്കലും തിരുത്താനായിട്ട് സാധിക്കില്ല. 8ാമത്തെ പോയിന്റ് ആണ്, ഒരേ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. ദേ ഡോണ്ട് മേക്ക് ദ സെയിം മിസ്റ്റേക്സ് ഓവർ ആൻഡ് ഓവർ. നമുക്കൊരു ലൈഫിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. എന്നിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണം. അല്ലാതെ വീണ്ടും
ആ ഒരു തെറ്റന്നെ ആവർത്തിച്ച് പോകരുത്. ഇപ്പം ഇത്തരം ആളുകൾ തെറ്റുകൾ, മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, ഒരിക്കലും സെയിം മിസ്റ്റേക്സ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കില്ല. അത് ഒരു മിസ്റ്റേക്ക് ചെയ്താൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പാഠങ്ങൾ പഠിക്കുക. ഒരു പരാജയം അല്ലെങ്കിൽ തെറ്റ് സംഭവിക്കുമ്പോൾ എവിടെയാണ് അബദ്ധം ഇണഞ്ഞതെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അപ്പൊ ചിലവർ അന്ധമായി വിശ്വസിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പൈസ ഒക്കെ കൊടുത്ത് കടം കൊടുത്തിട്ടുണ്ടാവുക, പിന്നെ ഇയാളൊക്കെ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. അപ്പൊ എല്ലാരെയും വിശ്വസിക്കണ്ട, ഒരു ഒരു മിതമായ രീതിയിൽ നിന്നാൽ മതി എന്നുള്ള ഒരു പാഠം നമ്മൾ പഠിക്കണം അതിൽ നിന്ന്. ഇല്ലെങ്കിൽ നമ്മൾ പെടും. പുതിയ പ്ലാൻ തയ്യാറാക്കുക. ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ സ്വയം ബോധവാനാകുകയും കൂടുതൽ മുൻകരുതലുകളോടെ മുന്നോട്ട് പോവുകയും ചെയ്യുക. അപ്പൊ നമ്മൾ ഒരു ലൈഫിൽ ഓരോരോ പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ട് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക. സെയിം തെറ്റ് ഇവര് സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ചെയ്യാതിരിക്കുക. 9ാമത്തെ പോയിന്റ് ആണ്, ദേ ഡോണ്ട് റിസെന്റ് അതർ പീപ്പിൾസ് സക്സസ്. വിജയങ്ങളിൽ അസൂയപ്പെടരുത്. മറ്റൊരാളുകളുടെ ലൈഫിലുള്ള വിജയങ്ങൾ വരുമ്പോൾ നമ്മൾ അസൂയപ്പെടുന്നതിന് പകരം അതിൽ നിന്ന് പാഠങ്ങൾ, അവരെങ്ങനെയാണ് വിജയങ്ങളിലേക്ക് എത്തിയത്, അവരെ അഭിനന്ദിക്കുക. എന്നിട്ട് എങ്ങനെയാണ്, അല്ലാതെ അസൂയ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷനാണ്. അസൂയ ഒഴിവാക്കുക. മറ്റുള്ളവരുടെ വിജയങ്ങളും നേട്ടങ്ങളും കണ്ട് ഉള്ളിൽ അസൂയയോ അമർഷമോ വളർത്താതിരിക്കുക. അപ്പൊ ഈ ഒരു നെഗറ്റീവ് ഇമോഷൻ നമുക്ക് കൊണ്ടുവരാതിരിക്കണം. പ്രചോദനം ഉൾക്കൊള്ളുക. അപ്പൊ നമ്മൾ എപ്പോഴും ഇൻസ്പയർഡ് ആവണം. നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് നമ്മൾ ഇൻസ്പിറേഷൻസ്, നമ്മുടെ എൻവയോൺമെന്റ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എനർജി ഷിഫ്റ്റ് ആവും. നമ്മളെപ്പോഴും ഡൗൺ ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണെങ്കിൽ നമ്മുടെ എനർജിയും ഡൗൺ ആവും. നമ്മൾ നല്ല ക്വാളിഫൈഡ് നല്ല ആളുകളുടെ കൂടെയാണ് നമ്മൾ ഇരിക്കുന്നത്, നമ്മുടെ എനർജിയും അതിനനുസരിച്ച് ഷിഫ്റ്റ് ആവും. അപ്പം നമ്മൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളണം. മറ്റുള്ളവരുടെ വിജയങ്ങൾ കാണുമ്പോൾ അതിൽ ഇൻസ്പയർ ആവും. അവരെങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത്, അവരുടെ നേട്ടങ്ങളെ അഭിനന്ദിക്കുകയും അതിലൂടെ നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് സ്വന്തം ജീവിതം രൂപകൽപ്പന ചെയ്യുകയും ചെയ്യുക. അതായത് എങ്ങനെയാണ് അവർ ഇത്രയും സക്സസ്ഫുൾ ആയി എത്തിയത്, അവരെങ്ങനെയാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ഒരുപാട്, അപ്പൊ അവരുടെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അവരെങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, അവരുടെ ട്രാവല്, അവരെങ്ങനെയാണ് മണി സേവ് ചെയ്യണത്, അല്ലെങ്കിൽ അവർ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയത് എവിടെയൊക്കെ പോയി പഠിച്ചിട്ടാണ്, ഇങ്ങനെ അവരുടെ ഒരു ജേർണിയെ നമ്മൾ ഇൻസ്പിറേഷനിലൂടെ മനസ്സിലാക്കി നമ്മുടെ ലൈഫിനെ ഇതാക്കാനായിട്ട് ശ്രമിക്കണം. അതല്ലാതെ അവരെങ്ങനെ അവർ ഉയരങ്ങളിലെത്തണം, ഞാൻ മാത്രം ഇങ്ങനെ, അങ്ങനെ ഒരു നെഗറ്റിവിറ്റി നമ്മളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളും ആ ഒരു ഫ്രീക്വൻസിയിലായിരിക്കും. നമ്മുടെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഈ ഒരു അസൂയ എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്സിനെ നമ്മൾ ഇല്ലാതാക്കണം. അത് ഇല്ലാതാക്കാൻ അസൂയ ഇല്ലാത്ത മനുഷ്യന്മാരെ അങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരുടെ മനസ്സിലും അത്തരം ഫീലിങ്സ് വരും. അതിനെ നമ്മൾ ഇല്ലാതാക്കണം പ്രാക്ടീസിലൂടെ. അതായത് അസൂയ ഇല്ലാത്ത മനുഷ്യന്മാർ അങ്ങനൊന്നും ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസിലൂടെ ഈ ഒരു തോട്ട്സിലൂടെയും അതിന് പ്രചോദനം മറ്റുള്ളവരിൽ നിന്ന് ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. 10ാമത്തേതാണ്, ദേ ഡോണ്ട് ഗിവ് അപ്പ് ആഫ്റ്റർ ദ ഫസ്റ്റ് ഫെയിലിയർ. തോൽവികളിൽ തളരരുത്. അപ്പം നമ്മളെപ്പോഴും തോൽവി എന്നൊരു സംഭവമല്ല, നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞല്ലോ RBT സർട്ടിഫൈഡ് എന്ന്. ഈ RBT സർട്ടിഫിക്കേഷൻ ശരിക്ക് 4ാമത്തെ ഫെയിലിയറിന് ശേഷമാണ് ഞാൻ ആ എക്സാം പാസ്സാവുന്നത്. അത് ഞാൻ ഒരു പ്രാവശ്യം തോറ്റ്, പിന്നെ ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് കുറെ ഗ്യാപ്പ് ഇട്ട് പിന്നെ വിട്ട്, പിന്നെ 2ാമത് ചെയ്ത് അതിൽ തോറ്റ് 3 ചെയ്ത് 4ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ പാസ്സാവണത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, അന്ന് ഞാനത് എഴുതാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഇന്നിപ്പോ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ RBT സർട്ടിഫൈഡ് ബിഹേവിയർ തെറപ്പിസ്റ്റ് എന്ന് പറയാൻ എൻ്റെ CV-യിൽ അതൊരു ഹൈലൈറ്റ് ആണ്. ആക്ച്വലി ഇത് അമേരിക്കൻ സർട്ടിഫിക്കേഷൻ ആണ്. അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനൊരു ടാഗ് ലൈൻ എനിക്ക് വരില്ല. അപ്പൊ ഞാൻ അങ്ങനെ എപ്പോഴും അത് ആലോചിക്കും. അപ്പൊ തോൽവിയിൽ ഞാൻ അന്ന് തളരായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ആ ഒരു വില അവിടെ ഉണ്ടാവില്ല, ആ ഒരു പ്രൊഫഷൻ എനിക്ക് കിട്ടില്ല. അപ്പൊ നമ്മളെപ്പോഴും തോൽവിയിൽ തളരരുത്. തോൽവി അവസാനമല്ല. ആദ്യ ശ്രമം പരാജയപ്പെടുമ്പോഴും നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാതിരിക്കുക. അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. എന്നിട്ടും
ഞാൻ എന്ത് ചെയ്യണം? അത് വീണ്ടും വീണ്ടും അതിനായിട്ട് ശ്രമിക്കുക, പഠിക്കുകയൊക്കെ ചെയ്യണം. ഇപ്പൊ തോൽവി ഒന്നിനും ഒരു അവസാനമല്ല. നമ്മൾ അതിൽ നിന്ന് ആദ്യ ശ്രമം പരാജയപ്പെടുമ്പോൾ നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ പിന്മാറാതിരിക്കുക. നമ്മളെപ്പോഴും അടുത്തതിലേക്ക് ശ്രമിക്കണം, വീണ്ടും ശ്രമിക്കുക. സ്ഥിരോത്സാഹത്തോടുകൂടി തെറ്റുകൾ തിരുത്തി വീണ്ടും പുതിയ ഊർജത്തോടെ ശ്രമിക്കുന്നതാണ് വിജയം. നമ്മളെപ്പോഴും ആ ഒരു മോട്ടിവേഷൻ നമ്മൾ കൈവിടരുത്. നമ്മൾ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു തോൽവിയിൽ നമ്മൾ തളരാതിരിക്കുക. ഓക്കെ. പിന്നെ 11ാമത്തേതാണ് ഏകാന്തതയെ ഭയപ്പെടരുത്. ദേ ഡോണ്ട് ഫിയർ അലോൺ ടൈം. നമ്മളെപ്പോഴും ആ ഒരു അലോൺ ടൈമുള്ള ആള്, ചെറിയ കുട്ടികൾക്കൊക്കെ അതൊരു വലിയ വിഷമമാണ്, അലോൺ ആവുക, ഒറ്റ എന്നുള്ളതൊക്കെ. പക്ഷെ ആ ഒരു സോളിറ്റ്യൂഡ് നമ്മളെപ്പോഴും എൻജോയ് ചെയ്യണം. നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ ആ ഒരു സമയം ഫലപ്രദമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ചിന്തകളെ ഒന്ന് വിലയിരുത്തുക, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ. നിശബ്ദതയുടെ പ്രാധാന്യം. ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ ഫലപ്രദമായി നിങ്ങളുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുക. ധ്യാനം, സ്വയം ചിന്തകൾ എന്നിവയ്ക്കായി മാറ്റിവെക്കുന്ന ഏകാന്ത നിമിഷങ്ങൾ നിങ്ങളുടെ മനസ്സിലെ സമ്മർദ്ദങ്ങൾ കുറയ്ക്കുകയും ആഴങ്ങളിലുള്ള തിരിച്ചറിവുകൾ നൽകുകയും ചെയ്യുക. അപ്പം ആ ഒരു ഏകാന്തതയെ നമ്മൾ ഭയപ്പെടരുത്. നമ്മൾ ആ ഒരു സോളിറ്റ്യൂഡ് എപ്പോഴും എൻജോയ് ചെയ്യണം. നമ്മൾ നമ്മുടെ ചിന്തകളെ എന്തപ്പോൾ ചിന്തിക്കണേ, എനിക്ക് ഇങ്ങനെ ആയാലേ പറ്റില്ലല്ലോ. നമ്മൾ ആ ഒരു ഗോൾ സെറ്റിങ്ങും നമ്മുടെ ലൈഫിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള, നല്ല എഫക്റ്റീവായി മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ആ ഒരു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ ഒരു ഏകാന്തമായിട്ടുള്ള സമയത്ത് ചിന്തിക്കണം. 12ാമത്തെ പോയിന്റാണ് ദേ ഡോണ്ട് ഫീൽ ദ വേൾഡ് ഓവ്സ് ദം എനിത്തിങ്. അതായത് അർഹത ചിന്ത ഒഴിവാക്കുക. നമ്മൾ ഈ ലോകം എനിക്ക് വേണ്ടി എന്തോ കാത്തി വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശ്രമങ്ങളാണ് നമ്മുടെ ഭാവി. ആക്ച്വലി യാഥാർത്ഥ്യം തിരിച്ചറിയുക. ലോകം നിങ്ങൾക്ക് ഒന്നും വെറുതെ തരാൻ കടപ്പെട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഹൃദയപൂർവ്വം അംഗീകരിക്കുക. ലോകം സമയമാകുമ്പോ ഇതാക്കും, വരട്ടെ എന്നുള്ള ആ ഒരു ചിന്ത. നമ്മൾ ഒരു സ്റ്റെപ്പ്, ഒരു ആക്ഷൻ എന്തെങ്കിലും എടുക്കണം. ഇപ്പൊ ഒരു വീട് ഉണ്ടാക്കണല്ലോ, ഓക്കെ, വീട് കിട്ടും, ഉണ്ടാവുമ്പോ ഉണ്ടാവട്ടെ എന്നുള്ള അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഒരു ചെറിയൊരു 1% നമ്മൾ എടുക്കണം ഒരു ദിവസം. എന്നിട്ട് അതിനെ വാലിഡേറ്റ് ചെയ്യണം. ഓക്കെ, ഇന്ന് എനിക്ക് ഒരു ഗോൾ ഉണ്ട്, എനിക്കിങ്ങനെ ഒരു ഗോൾ ഉണ്ട്, ആ ഗോളിലേക്ക് ഞാൻ എത്താനായിട്ട് ഇന്ന് ഞാൻ എന്തൊരു ആക്ഷനാണ് അതിലേക്ക് എടുത്തത്, അതൊരു 1% ഞാൻ ഓക്കെ അതിന്റെ എഞ്ചിനീയറെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. നെക്സ്റ്റ് ഡേ ഞാൻ അതിനു വേണ്ടി എന്താ ചെയ്തത്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും, ഇപ്പൊ ഒരു എക്സാം പാസ്സാവണം, ഇന്ന് ഞാൻ ആ എക്സാമിന് വേണ്ടി എന്താ ചെയ്തത്, എന്തെങ്കിലും ഒരു 1% എഫേർട്ട് ഞാൻ അതിലേക്ക് ഇട്ടോ എന്ന് നമ്മളെപ്പോഴും വാലിഡേറ്റ് ചെയ്യണം. അല്ലാതെ അത് കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഇരുന്നു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും, പക്ഷെ അത് കുറെ കാലമൊക്കെ എടുത്തിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ. പക്ഷെ എഫേർട്ട് ഇടാണ്ടും നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാണ്ടൊന്നും നമുക്ക് ഒരു കാര്യവും കിട്ടാനായിട്ട് പോകുന്നില്ല. കഠിനാധ്വാനം ചെയ്യുക. വിജയങ്ങളും നേട്ടങ്ങളും അർഹത ചിന്തിക്കാതെ സ്വയം പ്രവർത്തനങ്ങളുടെയും പ്രയത്നത്തിലൂടെയും നേടിയെടുക്കുക. നമ്മളെപ്പോഴും നമ്മൾ അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മളെപ്പോഴും അതിനു വേണ്ടിയിട്ടായിട്ട് ശ്രമിക്കണം. നമ്മൾ ക്ഷമയോടെ മുന്നോടുക. ദേ ഡോണ്ട് എക്സ്പെക്ട് ഇമ്മീഡിയറ്റ് റിസൾട്ട്സ്. നമ്മളെപ്പോഴും ഈ ഒരു കാര്യത്തിൽ എല്ലാ കാര്യത്തിനും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. നമ്മളെപ്പോഴും ആ ഒരു പേഷ്യൻസ് നമ്മൾക്ക് കീപ്പ് ചെയ്യണം. യഥാർത്ഥ ശാശ്വത വിജയത്തിന് സമയമെടുക്കും. ഇപ്പൊ നമ്മൾ തന്നെ ഈ ഒരു ഏതൊരു ആളുടെ ഇപ്പം പുതുതായിട്ടൊരു മൂവി ഇറങ്ങിയില്ലേ, മറ്റേ മേ വാപ്പസ് ആവുക എന്ന് പറഞ്ഞത്, അതിനകത്തുള്ള സിംഗറിന്റെ ജേർണി ഞാൻ ഇപ്പൊ നോക്കിയതാ. എത്ര വർഷം ആ ഒരു പെൺകുട്ടി ഇന്ത്യൻ ഐഡൽ എന്ന ആ ഒരു പ്രോഗ്രാമിന് ശേഷം ഒരു ഫിലിം ഇപ്പോഴാണ് ആ കുട്ടി പാടുന്നത്. അതായത് അത്രയും വർഷം പിന്നെ സിംഗിങ് വിട്ടില്ല, ഇങ്ങനെ വെറുതെ ഓരോരോ നാട്ടിലുള്ള സ്റ്റേജ് ഷോസ് ചെയ്ത് ശരിയാ ഇപ്പൊ AR റഹ്മാന്റെ ആ ഒരു മൂവിയിൽ ആ ചാൻസ് കിട്ടി. ഇപ്പോഴാണ് പ്ലേ ബാക്ക് സിംഗർ ആയത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. പക്ഷെ അത് കിട്ടിയത് അത്രയും
പവർഫുൾ ആയിട്ടുള്ള ഒരു ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ്ങുമായി. അപ്പൊ ഇനി അവിടുന്ന് അങ്ങോട്ട് ആൾക്കാർ അറിയപ്പെട്ട് പേര് അങ്ങനെ. അപ്പം അന്നേ എവിടെയും എത്തണില്ല എന്ന് കരുതി ഈ പാട്ട് വിടുമായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല. അപ്പൊ ശരിയായ വിജയത്തിന്, ശാശ്വതമായ വിജയത്തിന് സമയമെടുക്കും. പെട്ടെന്നുള്ള ഫലങ്ങൾ പ്രതീക്ഷിച്ച് വേഗത്തിൽ നിരാശരാകാതിരിക്കുക. സ്ഥിരതയോടെയും അചഞ്ചലമായ ക്ഷമയോടും പ്രവർത്തനങ്ങൾക്ക് മികച്ച വിജയം ലഭിക്കുക തന്നെ ചെയ്യും. മനസ്സിന്റെ കരുത്ത് ഓരോ ദിവസവും പരിശീലിച്ച് വളർത്തിയെടുക്കുക ഇതൊരു മസിലാണ് ആക്ച്വലി. അങ്ങനെ നമ്മളെപ്പോഴും ഈ ജിമ്മിൽ നമ്മൾ മസിൽ ട്രെയിനിങ് ചെയ്യുന്ന പോലെ നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടും നമ്മളെപ്പോഴും ആ ഒരു കാര്യം നമ്മൾ ചെയ്യണം. നമ്മൾ ആ ഒരു പ്രാക്ടീസിലൂടെ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഇതാണ് 13 പോയിന്റ്സ് ബൈ എമി മോറിൻ. 13 പോയിന്റ്സ്. അപ്പം ഇതിലെന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും മനസ്സിലായി ഏതൊക്കെയാ പോയിന്റ്സ് എന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് ആക്ച്വലി ഈ ഒരു ആളുടെ എമി മോറിന്റെ ടെഡ് ടോക്ക് തന്നെ ഉണ്ട്. ടെഡ് ടോക്കിൽ ഞാൻ ആദ്യം ഇവരുടെ ഒരു കഥ തുടങ്ങിയിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇവരുടെ ലൈഫിൽ ഒരുപാട് ചാലഞ്ചസ് വന്നിട്ട് എന്താണ് മെന്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇവരിങ്ങനെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് ഈ ബുക്ക് എഴുതുന്നത്. ലൈഫിൽ ഒരുപാട് പ്രയാസങ്ങൾ വരും. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചത്, നിങ്ങൾ എങ്ങനെ അതിനെ നേരിട്ടതായിട്ട് എന്തെങ്കിലുമൊക്കെ? താങ്ക് യു ഷഹാന മാം. താങ്ക് യു. എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നതിന് പകരം എന്തൊക്കെ ചെയ്യണ്ട എന്ന് പറയുന്നതും ഒരു വലിയൊരു കാര്യമാണ് അല്ലേ? നമ്മൾ സാധാരണ ഇതൊക്കെ ചെയ്യണം എന്ന് ലിസ്റ്റ് ഇടുന്നതിന് പകരം ഒരു റിവേഴ്സ് ഒരു മെക്കാനിസം ആണ് എന്തൊക്കെ ചെയ്യരുത് എന്ന് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കണം എന്നുള്ളത്. ആ ഒരു വിഷയത്തിനെ കുറിച്ച് വളരെ മനോഹരമായി തന്നെ 13 കാര്യങ്ങളാണ് നമ്മളെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു തന്നെ. ഈ ഒരു ടോപ്പിക്കിൽ ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിലോ ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിലോ ഈ ഒരു സമയം ഉപയോഗിക്കാവുന്നതാണ്. ഹലോ മാം. ഹായ്. ഹായ്, എന്റെ പേര് അസ്നേശ്വരി. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് കുറെ ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ലതാണ്. കുറെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോഴേ ഏകദേശം അതൊക്കെ എനിക്ക് കുറെ ഇല്ലതാണ് അതില്. എടുക്കാനായിട്ട് പറ്റും. പ്രാക്ടീസ് കൊറേയൊക്കെ അങ്ങനെ ചിന്തിച്ചു, പക്ഷെ പിന്നെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഇടക്ക് ഭൂതകാലത്തിലൊക്കെ പോകും. അതെ, അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. അതുപോലെ നോ പറയാൻ ഇപ്പഴും ലെവലായിട്ടില്ല. നമുക്ക് നോ പറയാന്ന് പറയുമ്പോ ഇപ്പഴും ബുദ്ധിമുട്ടാണ്. ഞാനിതൊക്കെ കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ കൊറേയൊക്കെ ലെവലായിക്കണു. പക്ഷെ എന്നാലും നമുക്ക് പെട്ടെന്നൊരു ഇതൊക്കെ എത്തിയിട്ടില്ല. അതെ. അപ്പൊ നല്ലൊരു ക്ലാസ്. ഓക്കെ മാം, പറഞ്ഞോളൂ. അതന്നെ, പ്രാക്ടീസിലൂടെ തന്നെ നമുക്ക് പറ്റുള്ളൂ. ആദ്യം കുറച്ചായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നോ പറയാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അങ്ങനെയാണ് നമുക്ക് പിന്നെ വലിയ കാര്യങ്ങളിൽ ഇതാവാൻ പറ്റുള്ളൂ. നമ്മളെ പ്രശ്നത്തിലാക്കിയിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ഞാൻ എപ്പോഴും എനിക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ തന്നെ വേറെ ഉള്ളത്. ഇപ്പൊ അധികം ഹസ്ബൻഡിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് പോകും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ തന്നെ. അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ നേരിടല് എന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ? അത് കൊറേയൊക്കെ ഇപ്പൊ നമ്മൾ ക്ലാസ്സുകളൊക്കെ ഉണ്ടായതുകൊണ്ട് കൊറേ അങ്ങനെ ഇതിൽ കൂടെ പോയി. പക്ഷെ എന്നാലും എനിക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കുക, അതുപോലെ നോ പറയാ, അതാണ് എനിക്ക് ഇപ്പഴും ഒന്നൊരു ഇതാക്കാത്ത. ഞാൻ ഹസ്ബൻഡ് പറയും ഇങ്ങനത്തെ തന്നെ പഠിച്ചതൊക്കെ സ്വയമായിട്ട് ചെയ്യണം എന്നൊക്കെ പറയും. കൊറേയൊക്കെ മൂപ്പര് അങ്ങനെ വിട്ടുതരും. അതുകൊണ്ട് അങ്ങനെ പോകും. അതെ, നമ്മൾ തന്നെ ശ്രമിക്കണം. നമ്മുടെ ലൈഫ് എങ്ങനെ, അപ്പൊ അതിനുവേണ്ടി ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഓരോ ദിവസവും ഒരു 1% നമ്മൾ അതിനായിട്ട് എഫേർട്ട് ഇടുക. അത് ചെയ്തു എന്ന് വാലിഡേറ്റ് ചെയ്യുക. എല്ലാ ദിവസവും ഞാൻ ഇന്ന് ആ ഗോളിൽ എത്താൻ വേണ്ടി ഞാൻ ഇന്ന് എന്താ ചെയ്തേ, ഇന്ന് ചെയ്തോ ചെയ്തില്ലേന്ന് ഉറങ്ങുന്നതിന് മുന്നേ ഒന്ന് വാലിഡേറ്റ് ചെയ്യുക. അങ്ങനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഇല്ലെങ്കിൽ പിന്നെ ലൈഫിൽ ഉണ്ടാവില്ല. ഇന്ന് എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്തു, നാളെ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യണം, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് വാലിഡേഷൻ എപ്പോഴും നല്ലതാണ്.
അപ്പൊ എന്നോട് പറയും ബിസി ആയിരിക്കണം, എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം സങ്കടമൊക്കെ വരുന്ന ആളാണ്. അപ്പൊ എന്നോട് പറയുന്നത് വെച്ചാല് എനിക്ക് ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയി ഇരുന്നാ മതി, അപ്പൊ കുറെയൊക്കെ നമ്മളെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പോകുള്ളൂ. ശരിയാണ്. ആ, പാട്ട് കേട്ടാലും മതിയാവും. ഒരു പാട്ട് അല്ലെങ്കിൽ നമ്മള് ഡ്രോയിങ് ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും ഒരു ഹോബീസിൽ ഇൻവോൾവ് ആവണതും നല്ലൊരു കാര്യമാണ്. അങ്ങനൊക്കെ. അതാണ് എനിക്കുള്ള പ്രശ്നങ്ങളായിട്ട്. ഈ ക്ലാസ്സുകൾ ഇപ്പൊ കേൾക്കുന്നുണ്ട്. അപ്പൊ ക്ലാസ് ഇപ്പൊ അടുത്ത ട്രെയിനിങ് ക്ലാസ്സിൽ ജോയിൻ ആയിക്കുന്നുണ്ട് വിമ്പിൾ തന്നെ. അപ്പൊ അങ്ങനെ കുറെ ക്ലാസ് എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ബിസി ആയിക്കോളും, കുറച്ചുകൂടെ ടാസ്കും കാര്യങ്ങളൊക്കെ ഉള്ള ക്ലാസ് ആയിരുന്നു. അതെ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയ ഒരു ക്ലാസ് ആണത്. അതെ, അത് അത് കഴിയുമ്പോ നല്ല കുറച്ചുകൂടെ ലെവലാവും തോന്നുന്നു. അതെ, പ്രൊഡക്റ്റീവായ കാര്യങ്ങളിലേക്ക് ടൈം നമ്മൾ കൊടുക്കുക. നമ്മൾ ഈ ചെറിയ ചെറിയ ഇവർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാതെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഡിസ്ട്രാക്ട് ആക്കിയിട്ട് അവിടെ ഇമ്പ്രൂവ്മെന്റ് വരുത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. വെൽക്കം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ടൈമിന് ഒരുപാട് അപ്രിസിയേഷൻ. എല്ലാവർക്കും 13 പോയിന്റ്സിൽ പലപ്പോഴും പലരുടെ ജീവിതത്തിലും പല മേഖലകളിലും അത് ടച്ച് ചെയ്യും. എല്ലാവർക്കും 13 പോയിന്റിൽ കിട്ടും. പക്ഷെ ഈ പോയിന്റുകളിൽ പലതും പലരുടെ ജീവിതത്തിൽ പലപ്പോഴും ടച്ച് ചെയ്തു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. പലർക്കും അത് എങ്ങനെ നേരിടുന്നു ഇന്നും സൊസൈറ്റിയിൽ അറിയാത്തൊരു വിഷയം തന്നെയാണ് മാഡം പറഞ്ഞത്. ഇറ്റ്സ് വെരി ഗുഡ്, എക്സലന്റ്. വളരെ നന്നായി ശ്രദ്ധിക്കാനും അത് ഇനിയും ഞങ്ങൾക്കും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു. Thank you very much for your appreciation. Thank you very much for your time. താങ്ക് യു സർ. യെസ്, ഷഹാന മാം. അപ്പൊ ഈ ഒരു വിഷയം ഇപ്പൊ ഫ്രാൻസിസ് സാർ പറഞ്ഞ മാതിരി 13 ഒരാളുടെ ജീവിതത്തിലല്ല, ഏതെങ്കിലും 13 ഏതെങ്കിലും ഒക്കെ ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതും അല്ലെ പ്രാധാന്യം ഉൾക്കൊള്ളേണ്ടതും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയായിരുന്നു. ഷഹാന മാമിന് നല്ലൊരു ഇൻട്രോ തന്ന സ്മിത മാമിനും അതുപോലെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്ത ഷഹാന മാമിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഈ ഒരു സെഷനിൽ അവസാനം വരെ നിൽക്കുകയും തോട്ട്സ് ഷെയർ ചെയ്യുകയും ചെയ്ത ഓഡിയൻസിന് ഒരുപാട് നന്ദി. മറ്റൊരു ട്രെയിനറുമായി നമുക്ക് വീണ്ടും മൺഡേ കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു.